അപ്പം നമ്മുടെ കുട്ടനാടെന്ന് പറയുന്നത് ഒരു ഒരു മിനി ഗൾഫാണ്. സമാധാനപരമായിട്ട് സമരം ചെയ്ത എന്നെയും കണ്ണനെ അറസ്റ്റ് ചെയ്ത് വീട് ചവിട്ടി തുറന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പോലീസും നാട്ടുകാരും വന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതേ യാതൊരു കഴിവും ഇല്ലാത്തൊരു മണ്ടനും പൊട്ടനും വിവരമില്ല. ഞാൻ പരസ്യമായിട്ട് പറയുക, കുട്ടനാടിൽ ഈ നെൽകൃഷി കൊണ്ട് സ്കോപ്പില്ല. കാരണം ഞങ്ങൾ ആ നെല്ലല്ല കഴിക്കുന്നത്. നെല്ല് നമ്മൾ പുറത്തുനിന്ന് അരി വയ്ക്കുക. KC വേണേൽ സംബന്ധിച്ച് എനിക്ക് പറയുമ്പോൾ ഈ ആലപ്പുഴ നമ്മൾ പറയുമ്പം അദ്ദേഹത്തിന് ഈ ആലപ്പുഴ ജില്ല മത്സരിക്കാൻ യാതൊരു യോഗ്യതയില്ല. പക്കാ ഗുഡായ്പാണ്, പക്കാ ഗുഡായ്പ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. നമ്മുടെ കുട്ടനാടെന്ന് പറയുന്നത് എല്ലാവരും ഓർക്കും ഒരു താലൂക്ക് മാത്രം വളർന്നു. സത്യം പറഞ്ഞാൽ വിശാല കുട്ടനാടെന്ന് പറയുന്നത് 3 ജില്ല, 4 ലോകസഭാ മണ്ഡലങ്ങളെ 12ഓളം നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. അതോടൊപ്പം 64 പഞ്ചായത്തുമുണ്ട്. അപ്പം നമ്മുടെ കുട്ടനാടെന്ന് പറയുന്നത് ഒരു മിനി ഗൾഫാണ്. അവിടെ ഇപ്പം നിലവിലുള്ള നെൽകൃഷിയാണ്. നെൽകൃഷി ലാഭം അല്ല. അവിടെ പല പല കാരണങ്ങളുണ്ട്. പിന്നെ കുട്ടനാടിലെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായ പ്രശ്നമാണ്. നെല്ലിൻ്റെ കാശ് സമയത്ത് കിട്ടുന്നില്ല. കുടിവെള്ള പ്രശ്നം കിടക്കുന്നു, ക്യാൻസറിൻ്റെ അതിവാനം കിടക്കുന്നു, കായൽ മലിനം കിടക്കുന്നു, AC കനാൽ, വെള്ളപ്പൊക്കം, ഒരു ചെറിയ മഴ വന്നാൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ഇതൊക്കെ എങ്കിൽ മൊത്തം ദുരന്തം. ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പാക്കേജ് പണ്ട് സോണിയാഗാന്ധി അനുവദിച്ചത് അതും നഷ്ടപ്പെട്ടു പോയി. അതോടൊപ്പം ഇപ്പം സംസ്ഥാന സർക്കാരിന് ഫണ്ടില്ല. വന്ന ഫണ്ട് തന്നെ ഇപ്പം പാലം പുടുങ്ങുന്ന താലൂക്ക് ആശുപത്രി 150 കോടി അനുവദിച്ചുൾപ്പെടെ അതൊന്നും ചെലവഴിക്കാതെ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 21 വർഷമായി കുട്ടനാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്നെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 21 വർഷം പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നെല്ലിൻ്റെ കാശ്, ഞാനൊരു നെൽകൃഷി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം മറ്റ് ബിസിനസ്സില്ല. കാരണം നെല്ലിൻ്റെ കാശ് സർക്കാരിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ എൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പം കഴിഞ്ഞ തവണ 2 മാസം കഴിഞ്ഞ് അപ്പം പരാതി അയച്ചു. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ, K സുധാകരനെ, AK ആന്റണി ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ അയച്ചു. കുട്ടനാട് സീറ്റ് UDFൻ്റെ ആയതുകൊണ്ട് P ജോസഫിനെയും മുൻ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജേക്കബ് ബ്രാമൻ, P ജോസഫിൻ്റെ മകൻ അപ്പു ഉൾപ്പെടെ എല്ലാം അറിയിച്ചിട്ടും ആരും അനക്കം വരാതെ പോണേ. കുട്ടനാട് നേടി സംഘടന, ഞാനും കണ്ണമറ്റക്കാട്, കായപ്പുറ ഉൾപ്പെടെ 10ഓളം കൃഷിക്കാർ സംഘടിച്ച് ഞങ്ങളവിടെ കളക്ടറെയും അതോടൊപ്പം തന്നെ തഹസിൽദാരെയും SHO SP എല്ലാം അറിയിച്ചാണ് എഴുതുന്നത്. കഴിഞ്ഞ 1 വർഷം മുമ്പ് സമാധാനപരമായിട്ട് സമരം ചെയ്ത എന്നെയും കണ്ണനെ അറസ്റ്റ് ചെയ്ത് കൃഷിക്കാരെ അറസ്റ്റ് ചെയ്തു. അവസാനം ഞങ്ങൾ ഭിന്നിപ്പിക്കാൻ ശ്രമം ഉണ്ടായി. പുള്ളിയുടെ ഫർണിച്ചറൊക്കെ അടച്ച് പൂട്ടിപ്പിക്കും എന്നൊക്കെ ഉണ്ടായി. അവസാനം ഞാൻ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു അവരാരും ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം മജിസ്ട്രേറ്റ് രാമഗിരി മജിസ്ട്രേറ്റ് മുമ്പ് രാത്രിയിൽ ഹാജരാക്കി. അവസാനം എനിക്ക് ജയിലിൽ കിടക്കണമെന്ന്. അത് കഴിഞ്ഞ് 15 ദിവസം എനിക്ക് ജാമ്യം കിട്ടാനാണ്. അവിടെയും നമ്മളെ ബുദ്ധിമുട്ടിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഫിനത MLA തോമസ് K തോമസ് ഉണ്ടാക്കി. അവസാനം 50 ദിവസം കഴിഞ്ഞാണ് എനിക്കത് ഈ സത്യാഗ്രഹം ഒരു ദിവസം സത്യാഗ്രഹം കിടക്കുന്ന രാവിലെ അത് നടത്താതിരിക്കാൻ വേണ്ടി MLAയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും വേറെ 2 പേരും കൂടെ 4 പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ വീട് ഇടിച്ചു. വീട് ചവിട്ടി തുറന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പോലീസും നാട്ടുകാരും വന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഫ്രാങ്കായിട്ട് എനിക്ക് കുട്ടനാട്ടിലെ ഈ നാശത്തിൻ്റെ കാരണം മുൻ MLA സ്ഥലത്തില്ലായിരുന്നു. പുള്ളി മിടുക്കലായിരുന്നു തോമസ് ചാണ്ടി. അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഇപ്പോൾ തോമസ് K തോമസ്. അതേ യാതൊരു കഴിവും ഇല്ലാത്തൊരു മണ്ടനും പൊട്ടനും വിവരമില്ല. ഞാൻ പരസ്യമായിട്ട് പറയുക, ഇതുപോലൊരു MLA നമ്മൾ ഈ കുട്ടനാട് എങ്ങനെ രക്ഷപ്പെടും? ഈ 12 MLAമാരെ ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട വ്യക്തിയല്ലേ? പിന്നെ വേറെ ഒരു പാർട്ടിയാണ് ഉത്തരവാദിത്തപ്പെട്ട MP കൊടിക്കുന്ന സുരേഷ് പറഞ്ഞാൽ ഈ 4 MPമാരെ കോർഡിനേറ്റ് ചെയ്യണം. പാർലമെൻറ്റിൽ പോകുമ്പോൾ കുട്ടനാട് പ്രശ്നം വിശാല കുട്ടനാട്, അതായത് MPയുടെ മാവേലിക്കര മാത്രമല്ല, ആലപ്പുഴ കിടക്കുന്ന 25 പഞ്ചായത്ത്, കോട്ടയത്ത് കിടക്കുന്ന ഇതെല്ലാം, പത്തനംതിട്ട ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം. ഇത് ചുമ്മാ തട്ടിപ്പ് സമരമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ ഭരണം നടന്നു. എന്തുകൊണ്ട് നെല്ലിൻ്റെ വില നിയമമാക്കിയില്ല? നെല്ലിൻ്റെ വില 7 ദിവസം കിട്ടണം കൃഷിക്കാരൻ്റെ അക്കൗണ്ട്. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ കടം മേടിച്ചും കെട്ടുകാലം പണയമുറമാച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്നിട്ട് കൂടി ഈ 7 ദിവസം ഇത് കിട്ടിയിട്ടില്ല. ഈ തവണ ഇലക്ഷൻ്റെ ടൈമാണ്. ഇലക്ഷൻ്റെ ടൈമെങ്കിലും സമയത്ത് തരണ്ടേ? അത് ഞങ്ങളെ സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റം പറയുന്നു, കേന്ദ്രം അങ്ങോട്ട് പറയുന്നു. എന്താണ് സത്യം? സംസ്ഥാന സർക്കാരിന് വീഴ്ചയില്ലേ? PRS വെച്ച് കൊടുത്ത ഉടനെ ലോൺ കിട്ടണ്ട. ഇപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. 15 ദിവസം കഴിഞ്ഞാൽ നെല്ലിൽ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതെല്ലാം പിന്നെ കുടിവെള്ളം ഞാൻ 1.5 മാസം മുമ്പ് ഇവിടേക്ക് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും കോപ്പി വെച്ച് കളക്ടർ എല്ലാം അയച്ചു. ഇതുവരെ അവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നത്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. ഇതുവരെ വെള്ളം നടത്തിയിട്ടില്ല. പേരിന് മാത്രം കുടിക്കാൻ വെള്ളമില്ലാതെ ആറ്റിലെ വെള്ളം കുടിക്കുന്നത്. ഇപ്പം അവിടെ കാണിക്കുന്ന വസ്തു നടന്നത് ഇപ്പം തണ്ണീർമുക്കം ബണ്ട് തുറന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. സാധാരണപ്പെട്ട വ്യക്തികൾ 1 ലിറ്റർ 1 രൂപ വെച്ച് മേടിച്ചപ്പോൾ ഒരു കുടുംബത്തിന് 1000 രൂപ മേളിൽ ചിലവാകുന്നുണ്ട്. സാധാരണ ഞങ്ങളൊക്കെ മേടിക്കുന്നത് പറയുന്നത് 20 ലിറ്റർ അല്ല 50 ലിറ്ററിന് 20 ലിറ്ററിന് 50 രൂപയാണ് ചിലവ്. അപ്പോൾ വരുമാനത്തിന് നല്ലൊരു ഭാഗവും ഈ ഇങ്ങനെ വെള്ളത്തിനൊക്കെ പോവാണ്.
പിന്നെ ആശുപത്രിയില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടനാട്ടിലെ ഒരു പയ്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ലോണെടുത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ആയിക്കഴിഞ്ഞാൽ അവനെ കല്യാണം ആലോചിക്കും. ആദ്യമേ പുറത്തുനിന്ന് കല്യാണം ആലോചിക്കുമ്പോൾ പറയുകയാണ് കുട്ടനാട്ടിൽ ചങ്ങനാശ്ശേരി ഭൂമിയുണ്ടോ, ആലപ്പുഴ ഭൂമിയിലുണ്ടോ, അല്ലെങ്കിൽ എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്വന്തം നാടിനോട് തന്നെ നാട്ടിൽ കല്യാണം കഴിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഞാനും അതിനകത്തൊരു വ്യക്തിയാണ്. കുട്ടനാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് കല്യാണം കൂടി നടക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടനാട്ടിലെ യുവതികൾക്ക് തന്നെ കുട്ടനാട്ടിലെ പയ്യന്മാർക്ക് വേണ്ട. കുട്ടനാട്ടിലെ യുവതികൾക്ക് തന്നെ എല്ലാവരും പറയുമ്പോൾ ഞാൻ കുട്ടനാട്ടാണ്, ഞാൻ അഭിമാനിക്കുന്നു, എല്ലാം ഉണ്ട്. ശരിയാ, ഒത്തിരി മഹാന്മാരുണ്ട്. MS സ്വാമിനാഥൻ കുട്ടനാടിൻ്റെ അഭിമാനമാണ്, ഭാരരത്നം കിട്ടിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ ഒത്തിരി പ്രശസ്തരായ വ്യക്തിയുണ്ട്. സിനിമാ നടന്മാർ ഉൾപ്പെടെ സാമൂഹിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുണ്ട്. പക്ഷേ ഇപ്പോൾ നാടിൻ്റെ അവസ്ഥ, ഞാൻ അവിടുത്തെ ജീവിക്കുന്ന വ്യക്തിയാണ്. അവിടുന്ന് സ്ഥലമാരൊക്കെ അവർക്ക് അവിടുത്തെ പ്രശ്നം ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും അവിടെ താമസിക്കുന്ന വ്യക്തിയാണ്. ഇത് സംഗതി ഗുരുതരമാണ്. നമുക്ക് ഇനി രക്ഷയെന്ന് പറയുന്നത് ഇപ്പം സംസ്ഥാന സർക്കാർ നമുക്ക് ഇനി അതിൻ്റെ പുറകെ കാര്യമില്ല. സംസ്ഥാന സർക്കാർ അനുവദിച്ച് തന്നെ കിഫ്ബിയുടെ ഫണ്ട് എല്ലാം ഇങ്ങനെ നടക്കുന്നത്. എല്ലാം ഇപ്പോൾ ലാഭ കാവാലം പാലം ഒന്നാമത് കുളകുന്ന് താലൂക്ക് ആശുപത്രി നിങ്ങൾക്കറിയാവോ. ഇപ്പം കഴിഞ്ഞ ദിവസവും പത്രത്തിൽ കണ്ടു, അതായത് സമയത്ത് ചികിത്സ കിട്ടാതെ മാസത്തിൽ നിരവധി പേരാണ് മരിക്കുന്നത്. ജലഗതാഗതത്തിൻ്റെ പ്രശ്നമുണ്ട്. പണ്ടൊക്കെ ജലഗതാഗതം ഇപ്പോൾ എല്ലാം പോളം നിറഞ്ഞ് കിടക്കേണ്ട വള്ളത്തിൽ കൂടി പോകുമ്പോഴത്തെ സ്പീഡിലൊന്നും ഓടത്തില്ല. റോഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം നിരവധി പേരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന കഞ്ഞിപ്പാടത്ത് ഒരു കർഷക തൊഴിലാളി മരിച്ചായിരുന്നു. അപ്പം കുട്ടനാടിൻ്റെ ഇതെല്ലാം മനസ്സിലാക്കണം. കുട്ടനാടിൻ്റെ സങ്കീർണമായ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ കുത്തിരി സമരം, ഞാൻ ഈ കുടിവെള്ള പ്രശ്നം എത്ര ദിവസമായിട്ട് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആയിട്ടില്ല. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നീനു അവിടെ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ അടിമത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ഗ്രൂപ്പിസവും കൊടുക്കുന്ന ഗ്രൂപ്പിസെല്ലാം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇത് ഇരിക്കുന്നു. ഇപ്പം വെള്ളം കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, കർഷകരുടെ നെല്ലിൻ്റെ വില കൊടുത്തു. പഴയപോലെ PRS കൊടുത്ത അസംഘടന ഇപ്പോൾ അതല്ല, കുറച്ച് പ്രൊസീജിയറുണ്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞ തവണ 2 പേർ ആത്മഹത്യ ചെയ്തു. ഞാൻ 50 ദിവസം ജയിലിൽ കിടന്നു. ആത്മഹത്യ ചെയ്ത് കൃഷിക്കാർക്ക് നഷ്ടം കൊടുത്തിട്ടില്ല. വേറെ പാനൂരിലും മറ്റും വോട്ടോടെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ലക്ഷങ്ങൾ ഒരു നിമിഷം കൊണ്ട് കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തു. എന്തുകൊണ്ട് കുട്ടനാട്ടിലെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത് ഇപ്പം ഇതുവരെ നഷ്ടപരിഹാരം കർഷകർ കൊടുത്തില്ല, സർക്കാർ കൊടുത്തില്ല. സർക്കാരിൻ്റെ പിടിപ്പോടുണ്ടല്ലേ അവരെ ആത്മഹത്യ ചെയ്ത്. അപ്പോൾ ആരും സഹായിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ്. നമുക്കിനി രക്ഷയുള്ളതെന്ന് പറയുന്നത്, നമുക്കിനി പറയും ഇപ്പം അതിനകത്ത് ഞാൻ പണ്ട് PH കുര്യൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ പാമ്പാടി സ്വദേശിയായ ചീഫ് സെക്രട്ടറി, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ സാർ IAS പറഞ്ഞ പോലെ കുട്ടനാടിൽ ഇനി നെൽകൃഷി കൊണ്ട് സ്കോപ്പില്ല. കാരണം ഞങ്ങൾ ആ നെല്ലല്ല കഴിക്കുന്നത്. നെല്ല് നമ്മൾ പുറത്തുനിന്ന് അരി വയ്ക്കുക. നമ്മൾ മത്സ്യകൃഷി, കൊഞ്ച് കൃഷി, കരിമീൻ കൃഷിയിലേക്ക് മാറണം. പിന്നെ ടൂറിസം ആലപ്പുഴ ടൗൺ പട്ടണത്തിലാണ് വേണ്ടത്. കുട്ടനാടിൻ്റെ മധ്യപ്രദേശം എപ്പോഴും ഇതിലാണ് ഹൗസ് ബോട്ട് ടെർമിനൽ വേണ്ടത്. അല്ലാതെ വേറെ താല്പര്യക്കാരെന്ന് പറഞ്ഞാൽ അത് നാട് നശിപ്പിക്കുന്ന താല്പര്യമാണ് അവരോട് പറയാനുള്ളത്. പിന്നെ വെള്ളം വിൽപ്പന, പണ്ട് ബെഫ്സിക്കാർ പറഞ്ഞതിന് 10,000 പേർക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞതാണ്. ആ വെള്ളം വിൽപ്പന ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യുമ്പോഴും പാല, ഈരാറ്റുപേട്ട, അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുനിന്ന് അവിടെ വരുന്നതും ചങ്ങനാശ്ശേരി, അതോടെ പത്തനംതിട്ട ഭാഗത്തുനിന്ന് എല്ലാം ഒഴുകി വരുന്ന കുട്ടനാട്ടിലാണ്. അത് മൊത്തം കടലോട്ട് ഒഴുകി പോകുന്നു. ആ വെള്ളം സംഭരിച്ച് ഇത് കുപ്പിവെള്ളമായിട്ട് ഒഴുകുകയാണെങ്കിൽ നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെടും. ഒരു മണി സർക്കുലേഷൻ ഉണ്ടാകും. യുവാക്കൾ ഗൾഫിലോട്ടോ മറ്റ് പ്രദേശങ്ങളൊന്നും പോകാതെ ഇവിടെ തന്നെ ഒരു ജീവിക്കാൻ പറ്റുന്ന സ്ഥാപനം ഉണ്ടാകും. അടുത്ത കാര്യം സോളാർ വെക്കുന്നത്. സോളാർ ഇപ്പോൾ വിശാലമായ കായൽ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെയൊക്കെ സോളാർ വെക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അങ്ങനെ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ വൈദ്യുതി 3 ജില്ല, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം 3 ജില്ലയിലും വൈദ്യുതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാവർക്കും ആഗ്രഹമാണ്, പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് എല്ലാം ആഗ്രഹമാണ് ഈ ചുണ്ടവെള്ളത്തെ ഇരിക്കേണ്ടതും. കാരണം മറ്റൊരു ദിവസം നമ്മുടെ ഇതുപോലെ ചുണ്ടൻവെള്ളത്തെ തുഴയേണ്ടതൊക്കെ ആവശ്യമാണ്. പിന്നെ ഡ്രാഗൺ ബോട്ട് റേസ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളിങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൊടുക്കുമ്പോൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 365 ദിവസവും വള്ളംകളി, അതായത് വള്ളംകളി പരിശീലനവും അങ്ങനെ നടത്തിയ ഒരു യുവതലമുറ നമുക്ക് വാർത്തെടുക്കണം. വള്ളംകളി എന്ന് പറഞ്ഞാൽ മതേതരത്തിൻ്റെ പ്രതീകമാണ്. അതിനകത്ത് ഒരു മതക്കാരല്ല, എല്ലാ മതക്കാരും ഒരേ മാനവഭാവതര, ഒരേ ആവേശത്തോടെ തുടങ്ങിയാൽ മാത്രമേ നമ്മളുള്ളൂ. അല്ല അത് അതുകൊണ്ട് വള്ളംകളി കുട്ടനാടെന്ന മതേതരത്തിൻ്റെ സ്വന്തം നാടാണ്. മറ്റുള്ള ഇപ്പോൾ കേരളത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള മതേതരത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള ബ്രാൻഡ് നെയിം വിശേഷിപ്പിക്കുകയാണ് എൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മത്സ്യകൃഷി, അതോടൊപ്പം തന്നെ പുളുങ്ങുന്ന കേന്ദ്രമായിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ, ടൂറിസത്തിനുള്ള പ്രോത്സാഹനം, പിന്നെ സോളാർ അപ്പോൾ പിന്നെ വാട്ടർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടും. അതിനെല്ലാം കൂടി നമ്മുടെ അധികാരികൾ അന്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് അവിടെ അത് കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം 16 ദിവസമായിട്ട് ഞാൻ കുത്തിരിപ്പ് ശ്രദ്ധ നടത്തുന്നത്. ഇന്ന് 17 ദിവസമാണ്. ഇപ്പോൾ എനിക്ക് ഡോക്ടർ കഴിഞ്ഞ ദിവസം എൻ്റെ ദേഹത്ത് കഴിഞ്ഞ ദിവസം ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം 4 ദിവസമായിട്ട് ദേഹം മൊത്തം ചൊറിച്ചില്ല വന്നിരിക്കുന്നത്.
അപ്പോൾ ഡോക്ടർ വന്നിരിക്കുന്നത് ഇപ്പം പറഞ്ഞ് കർശനമായിട്ട് നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് പ്രതിഷേധം അറിയിച്ചേ പറ്റൂ. കാരണം ഞാനൊരു കുട്ടനാട് നേറ്റീവ് സംഘടന പ്രസിഡന്റാണ്. സോണിയാഗാന്ധിക്ക് കുട്ടനാട് പാക്കേജിന് ഉപകാരം നേരിട്ട് കൊടുത്ത വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അബ്ദുൽ കലാമിനെ നേരിട്ട് കണ്ട് കുട്ടനാട് ക്ഷണിച്ച വ്യക്തിയാണ്. കേജ്രിവാളിനെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് കഴിഞ്ഞ 21 വർഷമായി സ്വന്തം കയ്യിൽ നിന്ന് എൻ്റെ കുട്ടനാട് പൊതുപ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. എനിക്ക് ഒത്തിരി തെക്താനുഭവമുള്ള ഞെട്ടിപ്പിക്കുന്ന കഥയാണ്. അതെ, പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാനൊരു സ്ഥാപനം കുട്ടനാട് ഞാൻ പറഞ്ഞില്ലേ, കല്യാണം നടക്കുന്നില്ല, എല്ലാം നടക്കുന്നില്ല. അപ്പം 10 വരെ ഇങ്ങോട്ട് ആകർഷിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ കുട്ടനാട് പുളങ്ങുന്ന കേന്ദ്രമായിട്ട്, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വെള്ളം കയറാത്ത വീടാണ്. അവിടെ ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നു. അത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ടൂർ ആൻഡ് ട്രാവൽസ് ഉണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുണ്ട്. അവിടെ 10 പേർക്ക് ജോലി, ഓൺലൈൻ ഇതുണ്ട്, ഡിജിറ്റൽ അങ്ങനെ പലതുണ്ട്. അപ്പം അവിടെ വീട്ടമ്മമാർക്കും എല്ലാം അവിടെ ഒരു നല്ലൊരു എൻ്റെ ഒരു അത്രമാത്രം ഒരു സർക്കാരിൻ്റെ ഉദ്യമം വഴി ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതെല്ലാം കൂടിയാണ് ഇപ്പം ജനപ്രതിനിധികളുടെയും ഈ ഉത്തരവ് ഞാനിവിടെ എല്ലാം പുറകെടുക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് 6 കളക്ടർമാരെ കണ്ടു. മുഖ്യമന്ത്രി 2 തവണ നേരിട്ടുണ്ട്. പിന്നെ നവകേരള സദസ്സിന് നേരിട്ട് പരാതി കൊടുത്തു. എന്നിട്ട് ഇതൊന്നും തീരുമാനമായില്ല. ഉത്തരപ്പെട്ട MLA കൊടുത്തു, MP കൊടുത്തു, KC വേണുഗോപാലിന് കൊടുത്തു. ഞാൻ കൊടുക്കാത്ത വഴികളെല്ലാം കൊടുത്ത് ഞാൻ ഉത്തരത്തിൽ കൊടുത്തു. പക്ഷേ ഇവർക്കൊന്നും ആത്മാർത്ഥമില്ല, ഒന്നുമില്ല. KC വേണുഗോപാലിനെ സംബന്ധിച്ച് എനിക്ക് പറയുമ്പോൾ ഈ ആലപ്പുഴ പറയുമ്പം അദ്ദേഹത്തിന് ഈ ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കാൻ യാതൊരു യോഗ്യതയില്ല. 10-20 വർഷമായിട്ട് എനിക്കറിയാം. പക്കാ ഗുഡായ്പാണ്, പക്കാ ഗുഡായ്പ്. മനസ്സിലായി? അതെനിക്ക് പറയാതിരിക്കാൻ പക്കാ ഗുഡായ്പാണ്. അദ്ദേഹം കുട്ടനാട് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ അദ്ദേഹം കോൺഗ്രസ് കുടുംബാംഗമാണ്. ഞാൻ KC വേണുഗോപാലെയോ കൊടുക്കുന്ന സുരേഷിനെ കണ്ടിട്ടല്ല ഞാൻ കോൺഗ്രസ് വന്നത്. ഞാൻ എൻ്റെ പ്രജാസ്വാമ്യൻ്റെ കുടുംബക്കാരനാണ്. എൻ്റെ അപ്പൻ ജവഹർലാൽ നെഹ്റുവിനെ കണ്ട വ്യക്തിയാണ്. ഞാൻ സോണിയാഗാന്ധിയെ കണ്ടു. ഞാൻ ആദർശമുള്ള വ്യക്തിയാണ്. SB സ്കൂൾ എഡിറ്ററായിരുന്നു. ഇദ്ദേഹം കണ്ണൂരുണ്ട്. എന്താണ് ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റും? ഈ കുട്ടനാട് പാക്കേജ് നഷ്ടപ്പെട്ടില്ലേ? 1840 കോടി രൂപ വെറും നാണിട്ടുണ്ട്. അത് മൊത്തം അഴിമതിയായിരുന്നു. ഈ കൊടുക്കുന്ന സുരേഷും KC വേണുഗോപാലും പങ്കില്ലേ? ഞാനിപ്പോൾ ഈ 2 വർഷം ഈ കുത്തിരിപ്പ് സമരം ഇരിക്കേണ്ട കാര്യമുണ്ടോ? പുള്ളി വന്ന് ഇടപെടൽ തീരുമാനം പോട്ടെ. ഈ കുത്തിരിപ്പ് സമരം എന്നുള്ളപ്പം പുള്ളി നോമിനേഷൻ തന്നെ ഒന്ന് കണ്ടല്ലോ, എന്നെ വന്ന് കാണിച്ചില്ലേ? മനസ്സിലായി? അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വർത്തമാനം പറഞ്ഞ പുള്ളി ബുദ്ധിപൂർവ്വം മാറി. പക്ഷേ ഈ കേസ് വേണം മനസ്സിലാക്കണം, അഹങ്കാരം തലയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈ പരുവത്തിൽ എത്തിച്ച് നശിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒറ്റ ഉത്തരവാദിത്തം KC വേണുഗോപാലാണ്. അത് ഞാനിപ്പോഴും കോൺഗ്രസ് കുടുംബമാണ്. അല്ല, ഞാൻ അത് മാറിയിട്ടില്ല. പക്ഷേ അത് പറയും, എനിക്ക് നാടാണ് വലുത്. ഞാൻ പാർട്ടി വിശ്വാസവും എല്ലാം ഉണ്ട്. നമ്മുടെ നാടിനെ ഈ ദ്രോഹിക്കുന്ന കുടിക്കുന്ന സുരേഷ് ഞാൻ പറഞ്ഞത് കുട്ടനാടിന് ശാപമേറ്റവരാണ് ഈ കുടിക്കുന്ന സുരേഷും KC വേണുഗോപാലും ആൻ്റണിന്ന് മാത്രമേ എനിക്കിനും പറയാനുള്ളൂ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കുര്യൻ മാലൂർ, വാച്ചാറമ്പിൽ. ഞാൻ പുളുങ്ങുന്നു. ഞാൻ MBA കാരനാണ്. HDFC ബാങ്കിലെ മുൻ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 13 വർഷം ജീവയുക്ത US വടക്കേങ്ങാടി കോഓപ്പറേറ്റീവ് ബാങ്കിലെ ബോർഡ് മെമ്പറെ. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സീറ്റ് ഞാൻ കഴിഞ്ഞ വർഷം സ്വതന്ത്രമായിട്ട് ഒരു പാനലുണ്ടാക്കി മത്സരിച്ചു. അത് ഇപ്പോൾ 3-4 സഹകരണമായി മത്സരിച്ചു. ഒരിക്കൽ പാനൽ തന്നിട്ട് 10 മത്സരിച്ചിട്ടും ഞാൻ നിർണായ വോട്ട് അവിടെ കുട്ടനാട് മേടിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മൊത്തം അവിടെ കൈകാര്യം ചെയ്ത് ഞാനാണ്. നമ്മുടെ നാട് വികസിക്കണം. നാട് ഒരു മിനി ഗൾഫാണ് കുട്ടനാട്, മിനി ഗൾഫ്. അവിടെ ഒരു മാറ്റം വന്നാൽ കേരളത്തിന് തന്നെ ഞാൻ പറഞ്ഞത് 3 ജില്ല മാത്രമല്ല വൻ പുരോഗതി. എറണാകുളം, ഞങ്ങളെല്ലാം എറണാകുളം ബന്ധപ്പെട്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഒരു സാധനം മേടിക്കാൻ തന്നെ എല്ലാം എറണാകുളം അങ്ങനെ വന്നു. ഈ 4 ജില്ലയാണ് സമ്പർശപ്പെടാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്കിപ്പം എനിക്കിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു കൃഷിക്കാരനാണ്. മാസം തോറും ഇപ്പോൾ ഒരു 50,000 ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിപ്പോൾ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ മേളാൻ പോയി കഴിഞ്ഞു. പിന്നെ വരുമാനം ഇല്ലാത്തവർക്കൊക്കെ ശമ്പളവും അങ്ങനെയൊക്കെ വായിക്കഴിഞ്ഞാൽ ഞങ്ങളെ സ്പെൻഡിങ് പവർ കൂടും. അത് ആലപ്പുഴ പട്ടണത്തിൽ ആലപ്പുഴ വ്യാപാരികളെല്ലാം ശരിക്കും അങ്ങ് വൻ രീതിയിലൊക്കെ ഉയർത്തും.